ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. സമീപകാലത്ത് പരിക്കുകൾ വല്ലാതെ അലട്ടിയ താരമാണ് നെയ്മർ ജൂനിയർ. അതുകൊണ്ട് തന്നെയാണ് ബ്രസീലിയൻ ദേശീയ ടീമിൽ നിന്നും പലപ്പോഴും നെയ്മർക്ക് പുറത്താവേണ്ടി വന്നിട്ടുള്ളത്. ഫിറ്റ്നസിന്റെ പ്രശ്നങ്ങൾ നെയ്മറെ വലിയ രൂപത്തിൽ അലട്ടുന്നു എന്നുള്ളത് ആരാധകർക്ക് സങ്കടം നൽകുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇന്നലെ ഗ്ലോബോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് നെയ്മറുടെ കാര്യത്തിൽ പുതിയ പ്ലാൻ ഇപ്പോൾ സാന്റോസ് അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്ത വേൾഡ് കപ്പ് വരെ പരമാവധി നെയ്മറെ പരിക്കിൽ നിന്നും സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളതാണ് സാന്റോസിന്റെ പുതിയ പദ്ധതി. അതായത് അപ്രസക്തമായ മത്സരങ്ങൾ നെയ്മർ ജൂനിയറെ കളിപ്പിക്കില്ല, മറിച്ച് നെയ്മർക്ക് വിശ്രമം നൽകും. പ്രധാനപ്പെട്ട മത്സരങ്ങൾ മാത്രമായിരിക്കും നെയ്മറെ അവർ കളിപ്പിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് മെയ് 18-ാം തീയതിയാണ് കാർലോ ആഞ്ചലോട്ടി വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കുക. അതിനു മുൻപ് 14 മത്സരങ്ങളാണ് സാന്റോസ് കളിക്കുന്നത്. എല്ലാ കോമ്പറ്റീഷനിലുമായി 14 മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. എന്നാൽ സാന്റോസ് ഇപ്പോൾ കരുതുന്നത് ഇതിൽ പ്രാധാന്യമില്ലാത്ത മത്സരങ്ങളിൽ നെയ്മർ ജൂനിയറെ പുറത്തിരുത്താം എന്നാണ്. അതായത് ഏറ്റവും ചുരുങ്ങിയത് 7 മത്സരങ്ങളെങ്കിലും നെയ്മർക്ക് പുറത്തിരിക്കേണ്ടി വരും. മറിച്ച് 7 മത്സരങ്ങളിൽ മാത്രമായിരിക്കും നെയ്മർ ജൂനിയറെ കളിപ്പിക്കുക എന്നതാണ് സാന്റോസിന്റെ ഒരു പദ്ധതിയായിക്കൊണ്ട് ഇപ്പോൾ വരുന്നത്. പരമാവധി പരിക്കുകളിൽ നിന്നും നെയ്മർ ജൂനിയറെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന ഒരു ഉദ്ദേശമാണ് ഇപ്പോൾ ഉള്ളത്. മെയ് 31-ാം തീയതിയാണ് ബ്രസീൽ വേൾഡ് കപ്പിന് മുന്നേയുള്ള സൗഹൃദ മത്സരം കളിക്കുക. ആ മത്സരത്തിന് നെയ്മർ ജൂനിയറെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് സാന്റോസിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. പക്ഷെ നെയ്മർക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എല്ലാ മത്സരങ്ങളും കളിക്കാനാണ് നെയ്മർ ജൂനിയർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനെ എല്ലാ മത്സരങ്ങളും കളിച്ചു കഴിഞ്ഞാൽ അത് നെയ്മറുടെ ഫിറ്റ്നസിനെ ബാധിക്കും എന്ന ഒരു ഭയം ഇപ്പോൾ സാന്റോസിനുണ്ട്. അതുകൊണ്ട് തന്നെ 14 മത്സരങ്ങളിൽ 7 മത്സരങ്ങളിൽ മാത്രം നെയ്മർ ജൂനിയറെ കളിപ്പിക്കാനാണ് ഇപ്പോൾ ഈ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.